ഇനി 5 വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട. പക്ഷേ 140 MLA-മാരെ പേടിക്കണം. ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം. 1 വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും. നീ ഒരു പുതുമുഖമായിട്ടും നിനക്ക് ആഭ്യന്തരം അയാൾ തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പൂടേക്ക് ഭരിക്കാനാണ്. ആദ്യമൊക്കെ കുറെ വഴി കൊടുത്തോളൂ. പക്ഷേ 2 മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം. അതത്ര എളുപ്പമല്ല. 3 കോടി മലയാളികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മിട്ടുക്കന്മാരാണ് നിന്റെ കൂടെയുള്ള 140 MLA-മാർ. അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം, കുറച്ചേറെ പണവും വേണം. ആ പണം നീ ഉണ്ടാക്കണം. എങ്ങനെ, എവിടെ നിന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ. അറിയാം. നീ നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത്. ആരോപലും ബാബുവും അതിന് പറ്റും. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് MLA വന്ന് എന്ത് പറഞ്ഞാലും സഹായിച്ചു കൊടുത്തേക്കണം. നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർക്ക് പണവും കൊടുക്കണം. ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത്. ചുരുങ്ങിയത് 20 MLA-മാരെങ്കിലും കയ്യിൽ വരുന്നത് വരെ. 20 MLA-മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ വള്ളം മുക്കാനും പൊക്കാനും കഴിവുള്ളവനാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും. പിന്നെ അവരുടെ വകുപ്പിലും നിന്നെ കൈയിട്ട് വരാം. തൽക്കാലം മുഖ്യമന്ത്രി ഒന്നും അറിയരുത്. ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ നീ ഭാവിച്ചേക്കണം. ശരി. IG, ഹോം സെക്രട്ടറി, PA ഇവരെല്ലാം നിന്നെ വിശ്വസ്തരായിരിക്കണം. ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിസ്റ്റർ നമ്പ്യാരെ കണ്ടു. അയാളുടെ മകൾക്ക് നിന്റെ PA ആയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. ആലോചിച്ച് വേണ്ടത് ചെയ്യൂ. നമ്പ്യാർ, ഫൈനാൻസ് സെക്രട്ടറി. ഇരിക്കൂ. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ നമ്പുരാൻ പറഞ്ഞു. സോറി മിസ്റ്റർ നമ്പ്യാർ, ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ. ആർക്കാണ്? നിങ്ങൾ അറിയില്ല. ഇനിയും അവസരങ്ങൾ വരുമല്ലോ, അപ്പോൾ പരിഗണിക്കാം. ശരി, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ. വി ആർ ഫ്രണ്ട്സ്. ധനകാര്യവും ആഭ്യന്തരവും ഒരമ്മപറ്റ മക്കളാണ്. അയ്യോ, അതെന്താ സാർ അങ്ങനെ പറയുന്നത്? സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു. മറ്റു മന്ത്രിമാരെ ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല. സാറിനെ പോലെ അരിസ്റ്റോക്രസി ഉള്ള ഒരാളാവുമ്പോ. ഓക്കെ, സമയം പോലെ ഞാൻ വരാം. ശരി സർ. സി മിസ്റ്റർ നമ്പ്യാർ, എന്നെ സാറെന്ന് വിളിക്കരുത്. യു കോൾ മീ തമ്പുരാൻ. അതാണ് എനിക്കിഷ്ടം. ശരി തമ്പുരാൻ. ഓക്കെ, യു ക്യാൻ ഗോ. ഞാൻ പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. അയാളുടെ PA ആയിരിക്കുന്നതിലും ഭേദം അവര് രാജാക്കന്മാരായിരുന്ന കാലത്തെ നമ്മളെ പിഴിഞ്ഞു. ഇന്ന് ജനകീയ ഭരണം വന്നിട്ടും എന്താ കാര്യം? നീ പോണ്ട മോളെ, എന്താ ഉണ്ടാവാന്നറിയാലോ. പോയില്ലെങ്കിൽ ജോലി പോകും. സ്പെഷ്യൽ ഓർഡർ വാങ്ങിയാണ് മഹി അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഒക്കെ അവന്റെ ഒരു പിള്ളേരുകളിയാ. ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ. സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാലെന്താ? തന്നെയുമല്ല, ഞങ്ങൾ ആ പട്ടയസമരം തുടങ്ങാൻ പോവുക. അധികാരസ്ഥാനത്തിനടുത്ത് നമ്മുടെ ഒരാളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നല്ലതാ. തീരെ വയ്യാൻ തോന്നുമ്പോ പോര്. ഇലക്ഷനിൽ നമ്മൾ എതിർത്തതിന്റെ വാശിയാണോ അയാൾക്ക്? അയാളൊരു വല്ലാത്ത മനുഷ്യനാണ്. നീ എന്താടി എന്നാ ബൂത്തിലിരുന്ന് പറഞ്ഞത്? ചാരായ കുപ്പിക്ക് വോട്ടില്ലെന്നോ? മഹി, നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. അല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കും. പിന്നെ ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോകും? നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാൻ ഇവിടെ പണിയിക്കും. ആഹാ, ആഭ്യന്തരമന്ത്രിയോടാണോ കളി? നിൽക്കാൻ ലക്ഷ്മി, അവിടെ നിൽക്കാൻ. രാജിക്കത്തെഴുതി എങ്ങാനും ഇവിടെ വരും, നിന്റെ കുടുംബം ഞങ്ങൾ കൊണ്ടുവന്നോട്ടു. ആഹാ, നീ എന്ത് വിചാരിച്ചടി? രാജിവെക്കൂ.
ആഭ്യന്തരമന്ത്രി മഹേന്ദ്രവർമ്മയും PA ലക്ഷ്മിയും തമ്മിൽ ഉടക്ക്. പ്രണയ കലഹമോ പുഞ്ചിരിയോ? തെക്കുംകൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തരമന്ത്രിയുമായ മഹേന്ദ്രവർമ്മയുടെ കാമുകിയാണ് ലക്ഷ്മി. ഇളയരാജാവിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് സൂപ്രണ്ട്സ് ഓഫീസിലെ ക്ലർക്കായിരുന്ന ഈ സുന്ദരിയെ ട്രാൻസ്ഫർ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത്. ആരെ കൈമള്? ഞാൻ അവനെ കൊല്ലും. ഒരു കാര്യമില്ല. ഒരുത്തനെ കൊന്നാൽ 100 പേര് വേറെ ഉണ്ടാവും. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. സ്വന്തം PA തന്നെ വേണമെന്നുണ്ടോ? ഛേ, ഇതങ്ങനെ ഒന്നുമല്ല സാർ. എന്താ ഞാൻ പറയേണ്ടത്? ആ, അതൊക്കെ പോട്ടെ. ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കയ്യേറിയിട്ടുണ്ട്. വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു. പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഞാൻ തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു. കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും. റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല. ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും. ഐ മീൻ ലാത്തിചാർജ്, വെടിവെപ്പ് എന്ന് വേണ്ട, ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയൂ. ഇത്രയേറെ ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോകും? കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തെറ്റല്ലേ സാർ? ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ്. നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയും ഒന്നുമില്ല മഹേന്ദ്ര. ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊന്നും സർക്കാർ പണമല്ല, എന്റെ കുടുംബസ്വത്തല്ല, പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ല, വൻകിടക്കാരിൽ നിന്നും വാങ്ങിയതാണ്. മഹിക്കറിയാമോ, കുടിയൊഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ 75 ലക്ഷം രൂപ ആ ബോംബെ കമ്പനിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു. അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും? തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണിത്. DIG ആന്റണിയാണ് ഇതിന് പറ്റിയ ആൾ. പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം. ഒരു 2000 രൂപ വീതം ക്യാഷ് അവാർഡ് ഓഫർ ചെയ്തേക്കും. ക്യാഷ് അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ. കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. നീ ചെയ്യുന്ന എന്താണെന്ന് നിനക്കറിയില്ല. നിനക്ക് ഭ്രാന്താണോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അവിടെ മഴയുണ്ടോ? ഇത് കുട്ടിക്കളിയല്ല, 100 കണക്കിന് പാവങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. നിന്നോട് ഞാൻ ഇതുവരെ ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നീ ദയവ് ചെയ്ത് വയർലെസ് മെസ്സേജ് കൊടുത്ത് പോലീസിനെ തിരികെ വിളിക്കണം, അല്ലെങ്കിൽ ഇവിടെ രക്തപ്പുഴ ഒഴുകും. നീ ഊണ് കഴിച്ചോ? ഞാൻ കഴിച്ചു. നല്ല അസല മീൻ കറി ഉണ്ടോ? എടാ, നീ ആ പാവങ്ങളുടെ നിലവിളി നീ കേൾക്കടാ. ഇവിടെ നല്ലത് കൂട്ടന്റെ ചെവി വേറെ